പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് തിന്മയുടെ പീഡ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 31-ാം തിരുലിഖിതം. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവം തൊട്ടുണർത്തുന്ന സമയമാണ്. ലോകത്തിൽ ഏത് രാജ്യത്തിരുന്നാലും ഇപ്പോൾ ടെലിവിഷൻ്റെ മുമ്പിൽ ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് ഓരോരുത്തരെയും ഇന്നിപ്പോൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ ദൈവാത്മാവിനോട് ചേർന്ന് യേശുവിനെ ആരാധിക്കുമെങ്കിൽ ആരാധിക്കുന്ന ഓരോ സമൂഹത്തിലും യേശുവിൻ്റെ ആത്മാവിൻ്റെ അത്യത്ഭുതമായ പ്രവാഹം ഉണ്ടാകും. ഇതാ കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിൽ വചനം കേൾക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്ത ചിലരുടെ കുടുംബങ്ങളുണ്ടായ അനുഭവങ്ങൾ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ബേബി. ഞാൻ മൂന്നാറിൽ നിന്നാണ് ഇത് എഴുതുന്നത്. എനിക്ക് മൂലക്കുരുവിൻ്റെ അസുഖമുണ്ടായിട്ട് വർഷങ്ങളായി. വയറ്റിൽ നിന്ന് രക്തം പോകുന്ന ഒരു സ്ഥിതി വരെ എത്തിച്ചേർന്നു. ഭയങ്കരമായ വേദന കൊണ്ട് ഞാൻ പുളയുമായിരുന്നു. നാണം കൊണ്ട് ആരോടും ഇത് പറയാതെ ഞാൻ സഹിച്ച് പോരുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷകളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഷാലോം ചാനലിൽ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം വെച്ച് ഞാൻ ഹൃദയം നുറുങ്ങി യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രവിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസത്തേക്ക് എൻ്റെ മൂലക്കുരുവിൻ്റെ അസുഖം, വർഷങ്ങളായി എന്നെ അലട്ടിയിരുന്ന രക്തം വാർന്നു പോകുന്ന തരത്തിൽ അത് അഗ്രസീവ് സ്റ്റേജിലെത്തിയിരുന്ന എൻ്റെ മൂലക്കുരുവിൻ്റെ അസുഖം പരിപൂർണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയി. എൻ്റെ യേശുവിനെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അതുപോലെ മറ്റൊരു അത്ഭുതവും സംഭവിച്ചു. എൻ്റെ ശരീരത്തിൽ ചൊറിഞ്ഞ് തടിച്ചു പൊങ്ങുന്ന ഒരു പ്രത്യേക അലർജി പീഡ എന്നെ അലട്ടിക്കൊണ്ടിരുന്നിരുന്നു. ആ അലർജി രോഗപീഠയും അന്ന് യേശുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി താമസിച്ചുള്ള ധ്യാനം കൂടുമ്പോഴും കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോയി നേരിട്ട് വചനം കേൾക്കുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടില്ല. എന്നാൽ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയുണ്ട്. ടെലിവിഷന്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമോ? സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇന്നും ഇന്നലെയും എന്നും ഒരേപോലെ തന്നെയാണ്. ഇന്നും ഞാനും നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ വചനം കേട്ടാൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട്, യേശുവിൻ്റെ വാഗ്ദത്തങ്ങളുടെ ശക്തി കൊണ്ട് ഞാനും നിങ്ങളും വചനം കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്, 2 കരങ്ങൾ ഉയർത്തുകയാണ്. ഇതാ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്ഭുത അഭിഷേകം വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ വിശ്വസിക്കാൻ, വലിയ അത്ഭുതങ്ങളും വിടുതലുകളും പ്രാപിക്കാൻ തടസ്സമായിരിക്കുന്ന എല്ലാ തിന്മയെയും തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ വംശങ്ങളെയും ഇവരുടെ തലമുറകളെയും കാലങ്ങളായും കെട്ടിയിട്ടിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും വിശുദ്ധ ജീവിതത്തിൽ നിന്നും വിശുദ്ധ കൂദാശകളിൽ നിന്നും വചന ശ്രവണത്തിൽ നിന്നും ധ്യാനങ്ങളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും ഇവരെ അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ ദുരാത്മാക്കളെയും ദുർഭൂത ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ദുരാത്മാക്കളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക.
എതിർക്കേണം നാം എതിർക്കേണം അത്ഭുത ശക്തി സാത്താന്യ ശക്തികളെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ജീസസ് ക്രൈസ്റ്റ്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. അത്ഭുത ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീരന്റെ യേശുവിൻ ജയക്കൊടി Right now, Jesus, in the name of Jesus. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളെ, തലമുറകളെ, വംശങ്ങളെ കെട്ടുകഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, അത്ഭുത അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ പിടകൾ വിട്ടുമാറി ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് എല്ലാവരും ചേർന്ന് ഉറക്കെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഇപ്പോൾ ആത്മാവിനെ വിളിക്കുമെങ്കിൽ അഭിഷേകമുണ്ട്. മനസ്സ് തുറന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഞങ്ങളിൽ നിറയണമേ. മൈറ്റി പവർ, നിറഞ്ഞു കവിയണമേ. അത്ഭുത അഭിഷേകമേ, ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയെ ഞങ്ങളിൽ നിറയണമേ. ഇപ്പോൾ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിന്മയുടെ പീഡ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വലിയ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട്. വലിയ അഭിഷേകമുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങുന്ന അന്ന് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ട് അവിടെ ഇരിക്കുകയാണ്. ഒന്നുകിൽ കഠിനമായി ദേഷ്യപ്പെടാനുള്ള സാഹചര്യം, അതൊരു വലിയ നിരാശ തോന്നാനുള്ള സാഹചര്യം, എന്തെങ്കിലും ഒരു തിന്മയുടെ ഒരു അന്ധകാരത്തിൻ്റെ ഒരു വിളയാട്ടം തിരിച്ചു വരുമ്പോൾ കാണുകയാണ്. മറ്റൊരു പ്രതിഭാസവും കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ അഭിഷേകമുള്ള ദൈവം വലിയ അഭിഷേകത്തിൻ്റെ സമൃദ്ധി നിറച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുമ്പോൾ, നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി പോകുമ്പോൾ, ആ പോകുന്ന സമയത്ത് എന്തെങ്കിലും വലിയ ഏടാകുടങ്ങൾ വന്ന് മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു പ്രതിഭാസം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, വലിയ വലിയ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതി നടന്ന് അതിൻ്റെ എല്ലാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അതിനോടനുബന്ധിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ഏടാകുടം വന്ന് ഒരു വലിയ ഡിസ്റ്റർബൻസ് ഉയർന്നു വരുന്നത് പല തവണ ഓരോ സംഭവങ്ങളിൽ ഓരോ സംരംഭങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ മർമ്മം എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾക്ക്, ദൈവരാജ്യത്തിൻ്റെ വലിയ അഭിഷേകം സ്വീകരിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരുന്ന വ്യക്തികൾക്ക്
അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ വേണ്ടി കർത്താവ് അയച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അല്പസ്വല്പ അന്ധകാര പീഡകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന് വ്യക്തമായൊരു പ്രബോധനം നൽകുന്ന വചനമാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാം തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചപ്പോൾ സാത്താൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ശിമയോന് എന്തെങ്കിലും ശാരീരികമായ വേദന ഉണ്ടാക്കുക എന്നുള്ളതാണോ? ശിമയോന്റെ ജീവൻ നശിപ്പിക്കുക എന്നുള്ളതാണോ? എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ രോഗം കൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണോ? സാത്താൻ്റെ ഉദ്ദേശം എങ്ങനെ ബുദ്ധിമുട്ടിക്കലും വിഷമിപ്പിക്കലും ഒന്നല്ല. സാത്താൻ ഒരു ഉദ്ദേശമുണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ക്ഷയിപ്പിക്കണം, ദൈവത്തിലുള്ള വിശ്വാസത്തെ ക്ഷയിപ്പിക്കണം, ആത്മീയമായ ആ മുന്നേറ്റ ശക്തിയെ കെടുത്തിക്കളയണം, ആ ജ്വാലയെ, ഉണർവിൻ ജ്വാലയെ കെടുത്തണം. ഇതാണ് സാത്താൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി മനം മടിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഡിസ്റ്റർബൻസ്, ചില ശല്യങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില ഏടാകൂടങ്ങൾ അവൻ ഉണ്ടാക്കും. ഏതാണ്ട് ആ ഏടാകൂടത്തിൻ്റെ പ്രത്യേകത എന്താ? മുറത്തിനകത്ത് ഈ അരിയും എള്ളൊക്കെ ഇട്ട് ഇങ്ങനെ തെള്ളുന്നത് പോലെ, ഇങ്ങനെ അങ്ങനെ പേറ്റി കൊഴിക്കുന്നത് പോലെ സാത്താൻ ഇതാ യേശുവിൻ്റെ ശിഷ്യന്മാരെ മുറത്തിനകത്ത് ഇങ്ങനെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാണ് ഈശോ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയുടെ ശക്തി എന്നുള്ളത് വെറും ഒരു മിഥ്യാധാരണയല്ല. ഒരു ശക്തിയുണ്ട്, ഒരു എതിർ ശക്തിയുണ്ട്, തിന്മയുടെ ഒരു ശക്തി. ആ ശക്തിക്ക് ശല്യങ്ങൾ ഉണ്ടാക്കാൻ, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മളത് അംഗീകരിച്ച് അതിനനുസരിച്ച് വചനപ്രകാരം നാം ശക്തി പ്രാപിച്ചാൽ അതിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്തായാലും യേശു ശിമയോനോട് പഠിപ്പിക്കുകയാണ്, നിന്നെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിരുന്നു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ ഈ സാത്താൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ശിമയോന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് സ്ത്രീകന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തിൽ ഇതുണ്ടായിട്ടില്ലേ? യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം, അതിൽ 52-ഉം 53-ഉം തിരുലിഖിതങ്ങൾ. യേശു ക്രിസ്തുവിനെ ഒരു കള്ളനെ പോലെ, ഒരു കൊള്ളക്കാരനെ പോലെ വടിവാളും കുന്തവും കുറുവടിയുമായിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് പിടിക്കാൻ വന്നപ്പോൾ യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾക്കിപ്പോൾ എന്തിൻ്റെ സൂക്കേടാണ്? ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പട്ടണത്തിൽ ഉണ്ടായിരുന്നതല്ലേ? നിങ്ങളുടെ ദേവാലയത്തിൽ ഞാൻ തന്നെ എല്ലാ ദിവസവും പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? നിങ്ങളുടെ ഇടയിലല്ലേ ഞാൻ ജീവിച്ചിരുന്നത്? അന്നൊന്നും തോന്നാത്ത ഈ കാര്യം ഇപ്പം നിങ്ങളൊരു കള്ളനെ പിടിക്കാൻ വരുന്ന പോലെ വടിവാളും കുന്തവും കുറുവടിയായിട്ട് ഇന്ന് വരാൻ കാരണം എന്താണ്? ഈശോ അവരോട് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്നും എൻ്റെ കൂടെ പോലീസ് സേന ഇല്ലെന്നും എൻ്റെ കൂടെ പട്ടാളം ഇല്ലെന്നും എൻ്റെ കൂടെ സംരക്ഷണ സേന ഇല്ലെന്നും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് വടിവാളിൻ്റെയും കുന്തത്തിൻ്റെയും കുറുവടിയുടെയും ഒന്നിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആർക്കും ചെറിയൊരു ആക്രമണത്തിൽ പിടിക്കാവുന്നേ ഉള്ളൂ, അതിനൊന്നും നിങ്ങൾ തുനിഞ്ഞില്ലല്ലോ, പിന്നെ ഇപ്പോൾ നിങ്ങളിങ്ങനെ വരാൻ കാരണം എന്താണ്? യേശു അവരോട് ചോദിക്കുകയാണ്. എന്നിട്ട് യേശു തന്നെ അതിനുത്തരം പറയുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 52-ഉം 53-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ യേശു തനിക്കെതിരെ വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി ഇതാ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ലല്ലോ. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ സമയം. നോക്കുക, ഈശോ ആ സമയത്തെ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് ഈശോ തിരിച്ചറിഞ്ഞു. അന്ന് ഇവർക്ക് തോന്നാതിരുന്നത് ഇന്ന് ഇവർക്ക് ചെയ്യാൻ ധൈര്യം വന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇത് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ സമയമാണ്. എപ്പോഴും ഈ അന്ധകാരത്തിന് ശക്തിയുണ്ട്,
എന്നാൽ ചില സമയത്ത് ഇത് അന്ധകാരത്തിന് ആധിപത്യത്തിന് വേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഇത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിന്റെ സമയമാണ് എന്ന് യേശു ഈ സംഭവത്തെക്കുറിച്ച് അതിന്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില പ്രത്യേക സമയത്ത് അന്ധകാരത്തിന്റെ സമയമുണ്ട്, തിന്മയുടെ സമയമുണ്ട്. ഇത് ശ്ലീഹായി പഠിപ്പിച്ചിട്ടുണ്ട്. എഫേസൂസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം അതിൽ 16-ാമത്തെ തിരുലിഖിതം പൗലോസ് ശ്ലീഹായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് തിന്മയുടെ ദിനങ്ങളാണ്. അപ്പൊ അതിനു മുമ്പ് നല്ല ദിനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ സമാധാനത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ശ്ലീഹ പറയുന്നു ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇത് തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങൾ അവിവേകികളാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവീൻ. എന്തെന്നാൽ ഇപ്പോൾ ഇത് തിന്മയുടെ ദിനങ്ങളാണ്. അപ്പൊ തിന്മയുടെ ദിനങ്ങളുമുണ്ട്, അതല്ലാത്ത ദിവസങ്ങളുമുണ്ട്. ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ എല്ലാം ഒരു സമാധാനത്തിൽ പോകുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ഡിസോർഡറായി, ഇടിപിടി എല്ലാം കൂടെ ഏടാകൂടമായി, എല്ലാം നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ട് പോണ പോലെ അന്ധകാരം ഒന്ന് വിളയാടുന്ന ചില സമയങ്ങളും ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. വീണ്ടും എഫേസൂസ് ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 17 വരെ തിരുലിഖിതങ്ങൾ, അവിടെ പരിശുദ്ധാത്മാവ് തന്നെ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. തിന്മയുടെ ദിനങ്ങൾ വന്നാൽ ഞാനും നിങ്ങൾ എന്തു ചെയ്യണം? ഞാനും നിങ്ങളും തിന്മയുടെ ദിനങ്ങൾ വരുമെന്ന് മുന്നിൽ കണ്ട് അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആയുധങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വരും വരും എന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ റെഡിയായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു യുദ്ധമുണ്ട്, ഞാൻ നിങ്ങൾ റെഡിയായി നിൽക്കണം. ഹല്ലേലൂയ. ആത്മീയത വന്നവര് ഈ മർമ്മം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഫേസൂസ് ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് കഴിയും. എപ്പോ? തിന്മയുടെ ദിനത്തിൽ. അപ്പോൾ ഒരു തിന്മയുടെ ദിനം, അന്ധകാരത്തിന് ആധിപത്യമുള്ളൊരു സമയം, അന്ധകാരം വിളയാടുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വരാം. ഹല്ലേലൂയ. അപ്പോൾ നാം ആ തിന്മയുടെ ദിനത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. തിന്മയുടെ ശക്തി ഇല്ല, തിന്മയുടെ ശക്തി ഇല്ല, തിന്മയുടെ ശക്തി ഇല്ല എന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്തു ചെയ്യണം? അതിനെ മനസ്സിലാക്കി ആത്മീയ പരിജ്ഞാനത്തോടുകൂടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. എഫേസൂസ് ലേഖനം 6:13 പഠിപ്പിക്കുകയാണ്. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശ്ലീഹ പഠിപ്പിക്കുകയാണ്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. ഒരു ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ആയുധം ധരിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവൻ ദൈവത്തിൻ്റെ ആയുധം ധരിക്കണം. ഈ വചനത്തെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ ആയുധം ധരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് പോരാടാൻ വരുന്ന, ശല്യം ഉണ്ടാക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് അന്ധകാരം പീഡിപ്പിക്കുമ്പോൾ അവിടെ ചെറുത്ത് നിൽക്കാൻ ആ സമയത്ത് നോക്കിയാൽ പോരാ. നേരത്തെ തന്നെ കർത്താവ് ആയുധങ്ങൾ തരുമ്പോൾ അത് സ്വീകരിച്ച് ധരിക്കണം. എന്തൊക്കെയാണ് കർത്താവിൻ്റെ ആയുധങ്ങൾ? എഫേസൂസ് 6-ാം അധ്യായം 14 തൊട്ട് 17 വരെ തിരുലിഖിതങ്ങൾ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിലുള്ള സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുവിൻ. ദൈവവചനമാകുന്ന വാൾ എടുക്കുവിൻ. ഇതുപോലെ ശ്ലീഹ ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ കാര്യത്തിൽ ആകെബുദ്ധി പാടില്ല. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ വേണ്ടി നമ്മൾ ഉണരണം. അതിനെക്കുറിച്ച് വചനബോധ്യം സ്വീകരിക്കണം. അതിനുവേണ്ടി നടപടികൾ എടുക്കണം. കുമ്പസാരിക്കണം. വിശുദ്ധി പ്രാപിക്കണം. യേശുവിനെ രക്ഷിതാവും കർത്താവും ആരാധിക്കണം. വചനം പഠിക്കണം. നാം വിശുദ്ധിയിലും സത്യത്തിലും ജീവിക്കണം. കൃപയിലായിരിക്കണം. ഇങ്ങനെ എൻ്റെയും നിങ്ങളുടെയും തിരുസഭ, സഭാമാതാവ് പറഞ്ഞു തന്നിരിക്കുന്ന വഴികളിൽ നമ്മൾ ഉണർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളും. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ അഭിഷേകം നിറയാനും അന്ധകാര പീഡകളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള അഭിഷേകം കൊണ്ട് ജ്വലിക്കാനും വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ,
തിന്മയുടെ ശക്തിയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഉന്നതമായ അഭിഷേകം, പിശാചിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള അഭിഷേകം ഈ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും നിറയട്ടെ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, പവർ പവർ, വീരട്ടെ യേശുവിൻ ജയക്കൊടി, പവർ പവർ, വാളെടുത്തെതിർക്കുവിൻ ഗ്ലോറി ഗ്ലോറി, യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, അത്ഭുത അഭിഷേകം വീരട്ടെ യേശുവിൻ ജയക്കൊടി, ഇപ്പോൾ നിറയട്ടെ. വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. ഓ ദൈവമേ, നിരാശ, സങ്കടം, മനപ്രയാസം, വൈരാഗ്യം, പ്രതികാരം, അന്ധകാര പീഡകളിൽ ബന്ധിക്കപ്പെടുന്ന ഓരോ മകനും മകളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. വൈരാഗ്യത്തിന്റെ ആധിപത്യ ശക്തികളെ, In the name of Jesus Christ, I rebuke and command every spirit of darkness to depart from the whole community. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ വിട്ടുപോകാം. വിട്ടൊഴിയുക. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിട്ടുപോകാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ജയക്കൊടി, ഹല്ലേലൂയ, ഹല്ലേലൂയ, വാളെടുത്തെതിർക്കുവിൻ പവർ പവർ, യേശുവിൻ നാമത്തിനാൽ, യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ എല്ലാ ആയുധങ്ങളെയും സ്വീകരിക്കാൻ തകണം ഹൃദയ തുറവി കൊണ്ട് നിറയട്ടെ. വചനബോധ്യങ്ങളെ ഹൃദയം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവ്, വചനത്തിന്റെ ശക്തി, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ അഭിഷേകം ഓരോ മകന്റെ മേലും മകളുടെ മേലും അഭിഷേകമായി ഇപ്പോൾ നിറഞ്ഞു കവിയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുലിഖിതം. പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളും. ദിവ്യകാരുണ്യമേശുവേ, നിന്നെ ആരാധിച്ചു സ്തുതിക്കുന്നു. കൈകൾ കൂപ്പി വിശ്വാസമോടെ ഞാൻ നിൻ മുൻപിൽ നിന്നു പ്രാർത്ഥിപ്പൂ. സ്നേഹമേ എൻ്റെ ജീവനേ, ആത്മസൗന്ദര്യമേകണേ. സ്നേഹമേ എൻ്റെ ജീവനേ, ആത്മസൗന്ദര്യമേകണേ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുലിഖിതം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. തൻ്റെ ശിഷ്യന്മാർക്ക് സകല പൈശാചിക ശക്തികളുടെയും മീതെ അൺകണ്ടീഷണലായി അധികാരം കൊടുത്തുകൊണ്ട് സാത്താൻ്റെ എല്ലാ ശക്തികൾക്കുമെതിരെ അവരെ സുസജ്ജമാക്കുന്ന യേശുവിനെയാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം നമുക്ക് കാണിച്ചു തരുന്നത്. 2 കരങ്ങളും കർത്താവിൻ്റെ മക്കളിലേക്ക് ഉയർത്താം. ഈ അഭിഷേകങ്ങളെല്ലാം നമ്മുടെ മേൽ നിറയണം. തിന്മയെ ശാസിക്കാൻ അഭിഷേകം നിറയണം. രോഗങ്ങൾ ബന്ധിക്കാനുള്ള അഭിഷേകം നിറയണം. പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ അധികാരങ്ങൾ പകർന്നു നൽകിയ രക്ഷകനായ യേശുവേ,
ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത അധികാരം നിറയട്ടെ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത അധികാരം നിറയട്ടെ, സാത്താനെ ബന്ധിക്കാനുള്ള അധികാരം നിറയട്ടെ, തിന്മയെ ശാസിക്കാനുള്ള അധികാരം നിറയട്ടെ, പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭയത്തിൻ്റെ കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മസൗന്ദര്യമേകണേ, സ്നേഹമേ